സോ നമുക്ക് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഫസ്റ്റ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കറണ്ടിനെ പറ്റിയാണ്. എന്താണത്? I is equal to dq divided by dt. So dq എന്ന് പറഞ്ഞാൽ I dt. So here current is given that a function of t ആണ്. The electric current through a wire varies with the time. I is equal to I0 plus beta t, where I0 is 20 ampere and beta is 3 ampere per second. The amount of electric charge crossed through a section of the wire in 20 seconds. 20 സെക്കൻഡിലൂടെ കടന്നു പോയിരിക്കുന്ന ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ടു ഇന്റഗ്രേറ്റ്. സോ നമുക്കറിയാം I is given that I is equal to I0 means നമുക്കറിയാം I0 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 20 ആംപിയർ ആണ്. 20 പ്ലസ് വാട്ട്സ് ദ വാല്യൂ ബീറ്റ? ബീറ്റ is 3. സോ കറണ്ടിന്റെ ഇക്വേഷൻ 20 പ്ലസ് 3t. സോ കറണ്ട് ഈസ് വാരിങ് വിത്ത് ടൈം ആണ്. സോ dq എന്ന് പറഞ്ഞാൽ I dt 20 പ്ലസ് 3t ഇൻറ്റു dt എന്ന് വരും. സോ ബോത്ത് സൈഡ്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നു. സോ ഇന്റഗ്രൽ dq എന്ന് പറഞ്ഞാൽ q ആയിരിക്കും. 20 dt ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 20t എന്നും 3t ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3t² 2 എന്ന് വരും. സോ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ഈസ് ഫ്രം 0 to 20 സെക്കൻഡ് അല്ലേ? സോ 0 to 20 സെക്കൻഡ്. അപ്പർ ലിമിറ്റ് 20 ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. സോ നമ്മൾ ലോവർ ലിമിറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് 0 ആണ്. സോ ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 20 × 20 പ്ലസ് 3 × 20² by 2. 20 × 20 that will give 400. So 3 × 400 by 2. 400 by 2 എന്ന് പറഞ്ഞാൽ 200. 3 × 200 that will give 600. 600 plus 400. So the answer is 1000. 1000 coulomb is the right answer. So thank you.